DreamBakes Delightsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ നടന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യഫല പെരുന്നാൾ ആണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ആദ്യ ഫലം ദേവാലയത്തിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ ഇവിടെ ഷാർജയിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടവകയിലെ ജനങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഓരോരോ ഫാമിലി യൂണിറ്റിൻ്റെ സ്റ്റോളിൽ ക്രമീകരിച്ച് അത് വിൽക്കുന്നു. അപ്പോൾ അതുവഴി സമാഹരിക്കുന്ന ധനം 100% ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഈ വർഷവും DreamBakes Delightsഉം ഒരു സ്റ്റോള് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെറിയ കപ്പ് കേക്ക്സ്, കേക്ക് പോപ്സ്, കേക്ക് സ്ലൈസസ്, അതുപോലെ തന്നെ മാംഗോ ചീസ് കേക്ക്, പിന്നെ ഡ്രീം കേക്ക്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ചെറിയ പാക്കറ്റുകളിലായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ ഒക്കെ തന്നെ ഇത് എത്ര ദിവസം എടുത്തു ചെയ്യാനായിട്ട്, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത് എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കണം, അത് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ കുറേ ദിവസം മുന്നേ ചെയ്ത് വെച്ചാലും അത് മോശമായി പോകും. അപ്പോൾ അതുകൊണ്ടൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിനുശേഷം അതിന് വേണ്ട കണ്ടെയ്നറുകളെല്ലാം കണ്ടുപിടിച്ച് കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 3 ദിവസം കൊണ്ടാണ് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ റെഡിയാക്കിയത്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് കേക്ക് പോപ്സ് എല്ലാം ബോളാക്കി ഫ്രീസ് ചെയ്ത് വെക്കാം. അതുപോലെ കുക്കി ഡോ റെഡിയാക്കിയിട്ട് ബേക്ക് ചെയ്യാൻ പാകത്തിന് ഷേപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ദിവസം പിസ്താഷ്യോ മിൽക്ക് കേക്ക്, ഡ്രീം കേക്ക്, ഇതിനൊക്കെ വേണ്ടി ആവശ്യമുള്ള ബേസിക് സ്പോഞ്ചുകൾ ബേക്ക് ചെയ്ത് അതിൻ്റേതായ കണ്ടെയ്നറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഫൈനൽ സെറ്റിങ്സും ഡെക്കറേഷൻസും ഒക്കെ ചെയ്തത് 3-ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ സിന്നമൺ റോൾസ്, കാരമൽ പോപ്കോൺ, ഇതൊക്കെ 3-ാമത്തെ ദിവസമാണ് ചെയ്തത്. ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡുകൾ, കേക്ക് സ്റ്റാൻഡുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ലൈറ്റ്സൊക്കെ പിടിപ്പിച്ച് ഒന്ന് ഭംഗിയാക്കി വെച്ചിരുന്നു. സൺഡേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് വന്നു, ഇതൊക്കെ പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും കൂടി ആ പ്രൈസ് ടാഗൊക്കെ ഓരോന്നിൻ്റെ മുകളിലും സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ കളർ കോഡ് നോക്കിയിട്ടാണ് ഞാൻ പ്രൈസ് ടാഗൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തതുകൊണ്ട് മാക്സിമം ഐറ്റംസ് ഗ്രീൻ ഷെയ്ഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റോളിന്, നമ്മുടെ കേക്ക് സെറ്റിങ്സിന് ഒക്കെ ഒരു ഭംഗി വരുന്നത് അല്ലേ. അങ്ങനെ അവസാനം കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം റെഡിയായി. ഞങ്ങളുടെ കളർ തീം അനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പിയായി ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്നു. ഞങ്ങളുടെ സ്റ്റോളിൽ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അവിടെ ഫോട്ടോ എടുപ്പ് തകൃതിയായിട്ട് നടക്കുകയാണ്. എല്ലാ സ്റ്റോളിലും തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് അവരുടെ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഡ്രസ്സൊക്കെ കളർ കോഡിൽ അറേഞ്ച് ചെയ്ത് അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് എല്ലാവരും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ സ്റ്റോളിൻ്റെ തീം കളറിൽ റെഡിയായി. അങ്ങനെ എല്ലാ സ്റ്റോറിലും കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല എല്ലാ വിധത്തിലുള്ള കലാവിരുന്നുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നല്ല കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.
ടീനേജേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം സോൺ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.